ആലപ്പുഴ ചേർത്തലയിലെ വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്ന് പരാതി. ചേർത്തല സ്വദേശിനി വി.സി. സജിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മക്കൾ. ഭർത്താവ് സോണി സജിയെ മർദ്ദിച്ചു കൊന്നതാണെന്ന മക്കൾ പോലീസിന് മൊഴി നൽകി. ഷാജഹാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷാജഹാൻ, ഈ മക്കളുടെ പ്രതികരണം അമ്മയെ അച്ഛൻ മർദ്ദിച്ചു കൊന്നതാണെന്നാണ്. നിലവിൽ പോലീസ് ഈ സംഭവത്തിൽ നൽകുന്ന വിശദീകരണങ്ങൾ എങ്ങനെ? കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. 2 ആഴ്ച മുമ്പായിരുന്നു ഈ വീട്ടമ്മ വീടിന് മുകളിൽ നിന്നും താഴെ വീണത്. ഭർത്താവിന്റെ മർദ്ദനത്തെ തുടർന്നാണ് ചേർത്തല സ്വദേശിനി വി.ജി. സജി 2ാം നിലയിൽ നിന്നും താഴേക്ക് വീണത്. ഇത് മകൾ നേരിട്ട് തന്നെ കണ്ടിരുന്നു. അതിനുശേഷം ഇവർ ചികിത്സയിലായിരുന്നു. പക്ഷേ ചികിത്സയ്ക്ക് ശേഷവും ഇവർക്ക് ബോധം പൂർണ്ണമായിട്ടും ലഭിച്ചിരുന്നില്ല. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇവർ മരണപ്പെടുകയും ഇവരുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. പക്ഷെ ഈ വിവരം പുറത്തു പറയരുതെന്ന് ഭർത്താവ് സോണി ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് ഇവർ പറയാതിരിക്കുകയായിരുന്നു. മകൾ ഈ വിവരം പുറത്തു പറഞ്ഞില്ല. മകൾ പിന്നീട് വീട്ടിൽ വിവരം പറയുകയും അതിനുശേഷം ചേർത്തല പോലീസിൽ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ സോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം മറവ് ചെയ്ത മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ രാവിലെയാണ് ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഇത് ഏത് തരത്തിലുള്ള ഒരു കൊലപാതകമാണ് അല്ലെങ്കിൽ ഇത് സ്വാഭാവിക മരണമാണോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പ്രതി എന്ന് സംശയിക്കുന്ന ഭർത്താവ് സോണി പോലീസ് കസ്റ്റഡിയിലാണ്. ഈ അന്നേ ദിവസം മാത്രം ഈ യുവതിയെ മർദ്ദിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ ഇയാൾ നിരന്തരം യുവതിയെ മർദ്ദിക്കുന്നു എന്നാണോ ഈ മക്കളുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാവുന്നത്? നിരന്തരം ഭാര്യയെ ഭർത്താവ് മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് മക്കളുടെ പരാതി. ഈ മക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ കേസും എടുത്തിരിക്കുന്നത്. ഈ മക്കൾ തന്നെയാണ് പോലീസിന് ഇത്തരത്തിലുള്ള മൊഴി നൽകിയിരിക്കുന്നത്. നിരന്തരം മർദ്ദനത്തെ തുടർന്നാണ് ഭാര്യയുടെ മരണം എന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.